ആദ്യം കിട്ടണം. ലൈവ് 10:46 ഓടി വന്നിട്ട് ആർപ്പിയില്ലെന്ന് അടിച്ച് തിരിക്കും ഞാൻ കേട്ടോ നിന്നെ. വാസവണ്ണൻ nowadays. നമുക്കിവിടെ കേട്ടോ കേട്ടോ. കേട്ടൂടെ ഇല്ല സ്ക്രീൻ ആപ്ലിക്കേഷൻ സാധനം കണ്ടിട്ടില്ല ഞങ്ങളുടെ ഞാനും രഘുലിന്റെ ഞങ്ങളുടെ പുതിയ സെലിബ്രേഷൻ ആണിത് കേട്ടാ. അധികം താമസം നാളെ തരും സെലിബ്രേഷൻ. ഓ മറ്റേ പുള്ളിയല്ലേ ഇന്നലെ നമ്മള് പാട്ട് കേട്ടെ. എന്റെ മോനെ ബീറ്റൊക്കെ വന്നപ്പോ എന്ത് രസമാണ് കേക്ക്. ഷെടേ തള്ളേ പൊളി. ഞാൻ ചോദിക്കുന്ന എല്ലാത്തിനും വാ വെച്ച് തുടങ്ങുന്ന ആൻസേഴ്സ് പറയണം. എല്ലാവരും വാ വെച്ചല്ലേ പറയുന്നത്. ഉത്തരം പറയണം. ഓക്കെ. എങ്ങനെ ഇങ്ങോട്ട് വന്നേ? വണ്ടിക്ക്. കൂടെ ആരോ ഉണ്ടായിരുന്നേ? കൂടെ വാസവണ്ണൻ. കൂടെ എന്ന് പറയുന്നത് വാസവണ്ണൻ. ഓക്കെ. ഈ പിക്കപ്പ് ലൈൻ ഒന്നും ഏറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? വായത്താളം അടിക്കും. കാർത്തിക്കിന്റെ പ്രപ്പോസൽ ഞാൻ റിജക്ട് ചെയ്താൽ എന്ത് ചെയ്യും? വീട്ടിൽ പോകും. ഓക്കെ. ഇഷ്ടപ്പെട്ട സിനിമ നടി? വിമല. ഓക്കെ. എന്നെ കാണുമ്പോ എന്താ തോന്നുന്നേ? വട്ടുണ്ടെന്നോ? വെറൈറ്റി മീഡിയനെ കുറിച്ച് വിസ്മയം. ഓക്കെ. എന്താ ഭാവിയിലെ പ്ലാൻസ്? വലുതാവണം. എന്ത് വണ്ണം? വല്ലാത്ത പ്രശ്നമാണോ കേട്ടാ. എടാ ഞാനിങ്ങനെ കുറെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് 2024. എന്റെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നവരുടെ ഹെൽത്ത് ഒക്കെ നോക്കണം. എല്ലാവർക്കും വെള്ളം കുടിക്കണം, മനസ്സിലായ? ഞാൻ ദിവസം 4 ലിറ്റർ വെള്ളം കുടിക്കും. ഞാൻ കുടിക്കും. ഞാൻ ഫുൾ ഹൈഡ്രേറ്റഡ് ആണ്. ഡയറി എഴുതി കിടക്കാൻ നേരത്ത് എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാലം. സിറ്റിയിലെ മേജർ മിസ്സിംഗ്. സത്യം വിടാനാ അലേർട്ട് വേണോ? നിന്റെ തന്തോട് പറയാ പയ്യന്മാരുണ്ട്. അവന് ഞാൻ ഇനി അതിന് അലേർട്ട് കൊടുക്കാം. ആണം വിടാൻ ഒരു കുഴപ്പ. ഇതണ്ട, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത സ്റ്റോറിയാണ്. പിന്നെ എന്തെങ്കിലും ഇതാവോന്ന് വിചാരിച്ചത്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞ പയ്യനാണേ. ഞാൻ ടി വി എടുക്കാൻ നേരം ബ്രോ എനിക്കാണെങ്കിൽ ഈ ആൾക്കാരോട് ഞാൻ കോൾസ് ഒക്കെ കൊടുക്കാം, പക്ഷെ എനിക്ക് ആൾക്കാരോട് നമ്മള് പണ്ട് അടൂര് KFC ഫണ്ട് വെച്ചിരുന്ന് വിട്ടതാണ്. അന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ഈ ഇതൊക്കെ സിഗ്നൽ ഓർമ്മയില്ല. അല്ല എന്താ പറയാ, ഞാൻ എനിക്ക് കോൾസ് ഒക്കെ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാരുടെ ഒക്കെ ഇത് സെറ്റ് ആവാൻ എനിക്ക് ടൈം എടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള വന്ന ഇൻട്രോവേർട്ട് മൈരനാണിത്. കണ്ടാൽ 11 കെവിൻ കണ്ടോ? സിഗ്നല് Tell me a sound that's better than this. Tell me a sound that's better than this. എന്റെ അമ്മോ, ഒന്നും കൂടെ കേക്കട്ടത്. Tell me a sound that's better than this. എന്ത് സുഖമല്ലേ കേക്കാൻ.
ഡെഡിക്കേഷൻ ലെവൽ സത്യം. റീവറിന്റെ ആ ശബ്ദവും കൂടെ ഇജാതി. അണ്ണാ പ്രൈം വാസു ആകാമ അന്നൊക്കെ മറ്റേ ഇതിനകത്ത് ഓൾഡൗൺ ഉണ്ടായിരുന്നല്ലേ എടി. വാസു ഉണ്ടല്ലോ ഈ ഇതിനകത്ത് ഈ GTA 5 ഗ്രൈൻഡ് ചെയ്യാൻ സമയമില്ലാതെ ഗ്രൈൻഡ് ചെയ്യാൻ വയ്യാത്തോണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ആള് സത്യം പറഞ്ഞാൽ ഭയങ്കര OP ആയന. ഇതിന് വേണ്ടിട്ട് ഇരിക്കാത്തോണ്ടാണ് എനിക്ക് മനസ്സിലായതാണ്. വാറില് അണ്ണ ലൈവ് ഇടാൻ മാത്രമാണ് വരുന്നത്. ഇതിനു വേണ്ടി ഒരു ഇതുപോലും ഇരിക്കാത്തോണ്ട് ഒന്നും കിട്ടാത്ത. പക്ഷെ ആള് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പഴയ വാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എനിക്ക് നല്ല രീതിയിൽ ഞാൻ പറയണം, പഴയ വാസം നിങ്ങൾക്ക് കാണാൻ പറ്റും, 100% കാണാൻ പറ്റും. കാരണം നമ്മളൊക്കെ ഇരിക്കുന്നതിന്റെ ഒരു ദിവസം ഒരു 15 മിനിറ്റെങ്കിലും ഇരുന്നെങ്കിൽ മതിയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അണ്ണ വന്ന ടൈം തൊട്ട് ഇരിക്കുവാണ്. മറ്റുള്ളവർ അങ്ങനെയല്ല, എല്ലാരും അതിനു വേണ്ടിട്ട് കളഞ്ഞിരിക്കുവാണ്. ഇത് ഫാക്ട്സ് ആണ്. എന്ന് വെച്ചാണ്ടല്ലോ ഞാൻ അന്ന് ഞാൻ ലൈക്ക് വാസുണ്ണെ ഒന്ന് റേഷ്യോ ഒക്കെ മാറ്റിച്ച് ഞാനൊന്ന് ഇത് ഒന്ന് സെറ്റ് ആക്കി എടുക്കാൻ ഞാൻ നോക്കി. എന്നുവെച്ചാൽ നോക്കി അങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു ഇതിനകത്ത് കുറച്ച് റേഷ്യോ ഒക്കെ സ്ട്രെച്ച് ഒക്കെ ഇട്ട കുറച്ച് അഡ്വാൻറ്റേജാ. ആള് ലൈക്ക് ഹെഡ് ട്രാക്കിംഗ് എല്ലാം പെർഫെക്റ്റ് ആണ്. മനസ്സിലായ ഒന്ന് ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവന്ന ആള് വിഷയം, സത്യം പറഞ്ഞ വിഷയം. മനസ്സിലായ സീരിയസ്ലി പറയാം. എന്ന് വെച്ചാൽ വാലറിന്റെ ടൈമും ഉണ്ട്. അതുകൊണ്ട് സത്യം പറഞ്ഞുണ്ടല്ലോ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇപ്പൊ സ്റ്റീവ് പപ്പടത്തിന്റെ ഒക്കെ ആ ഒരു ലെവൽ എത്താൻ പറ്റും. അങ്ങനൊരു ഇതുണ്ട്, പറക്കേ ഒരു സംസാരമുണ്ട്. സത്യമായിട്ട് ഇവര് പറഞ്ഞ ഭയങ്കര കറക്റ്റാ. ഞാൻ ഇതിന്റെ ഗൺ പവർ മെക്കാനിക്സിന് വേണ്ടിയിട്ട് ഇത്രയും നാൾ ഇരുന്നിട്ടില്ല. ഇത്രയും നാളായിട്ട് ഇരുന്നിട്ടില്ല ഇതിൻ്റെ ഗൺ പവർ മെക്കാനിക്സിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ വർഷം ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് കുറച്ചും കൂടി എൻ്റെ ക്യാരക്ടർ എനിക്ക് കുറച്ചുകൂടി മറ്റേ കമ്മ്യൂണിക്കേഷൻ ഓറിയൻറ്റഡ് ആക്കിയിട്ട് ഈ പറയണ പോലെ എല്ലാവരും ഈ അടിക്ക് ഒരു ഗ്യാങ്ങിനെ അങ്ങ് വിട്ട് അങ്ങനെ അങ്ങ് മാറ്റാമെന്നാണ് എൻ്റെ ഞാൻ ഒരു ടൈം തൊട്ട് ചിന്തിച്ചു തുടങ്ങിയത് അങ്ങനെയാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ടൈം തൊട്ട് ഇതിന് മാത്രമായിട്ട് ഒരാൾക്കാർ TV കുറച്ച് വേണമെന്ന് വിചാരിച്ചാണ് അങ്ങനെ എടുത്തത്. പക്ഷെ അതിൽ ഒരു ഉണ്ട്. നോക്കാം ഗൈസ്, ഞാൻ മാക്സിമം ഇനിഷ്യേറ്റീവ് എടുക്കാൻ നോക്കാം ഉറപ്പായിട്ടും. അണ്ണാ ഒരു കൈ നോക്കിയാലോ? ഈ 4 ഡോഗ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ഓണറിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പോയിട്ട് അയാളെ കയറി ചൊറിയാതിരിക്കുക. കാരണം നിങ്ങൾ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോഗ്സ് നിങ്ങളെ ഇല്ലാതാക്കി കളയും. അതെ, ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 4 ഗാർഡ് ഡോഗ്സ്? നമ്മുടെ ലിസ്റ്റിലെ നമ്പർ 4 ആണ് ഡോബർമാൻ. നിങ്ങളൊരു ഡോബർമാനെ കൊണ്ട് നടക്കാൻ പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടും അതൊരു സൂപ്പർ അലർട്ട് മോഡിലേക്ക് വരും. അതായത് നിങ്ങളെ ഹാം ചെയ്യാൻ വരുന്ന എന്തെങ്കിലും ഒരു ത്രെറ്റ് ചുറ്റുവട്ടത്തുണ്ടോ എന്ന് അവർ എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സേഫ് ആയിരിക്കും. നമ്പർ 3 റോഡ് വീലർ. റീൽസിലൊക്കെ കൈകൊട്ടി കളിച്ച നമ്മുടെ റോഡ് വീലർ പക്ഷെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അഗ്രസീവ് ആവും. ഡോബർമാന് പറഞ്ഞ എല്ലാ ഗുണങ്ങളും പ്ലസ് ശരീരമാസകളും നല്ല പവർഫുൾ മസിൽസും ഉള്ളതുകൊണ്ട് ഒരു റോഡ് വീലർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അതെന്തും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഡിഫെൻഡ് ചെയ്തോളും. നമ്പർ 2 കെയിൻ കോർസോ. വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡ് ആണ്. പൊതുവെ പറയപ്പെടുന്നത് ഒരു 3 ഹ്യൂമൻ ബോഡി ഗാർഡ്സിന് തുല്യമാണ് ഒരു കെയിൻ കോർസോ ഡോഗ്. ഇനി നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ഏറ്റവും നല്ല ഗാർഡ് ഡോഗ് ആണ് ജർമ്മൻ ഷെപ്പേർഡ്. 10 മണിക്കൂർ മുമ്പ് വരെ നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വന്നു പോയ ആ ഒരു സ്ട്രേഞ്ചറിന്റെ സ്മെല്ല് പിടിച്ചെടുക്കാൻ ഇവർക്ക് ഈസി ആയിട്ട് കഴിയും. ആൻഡ് അവർ ഓൺ ഡ്യൂട്ടിയിലാണെങ്കിൽ ഒരാൾക്ക് പോലും നിങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ച് കിടക്കാൻ കഴിയില്ല. ഇതുപോലൊരു വീഡിയോയിലായിരുന്നു മറ്റേത്. ഇന്ത്യൻ ബ്രീഡുകളിൽ രാജപാളയം ഉണ്ടാക്കിയ ഇമ്പാക്ട് ഒന്നും വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് രാജപാളയത്ത് പോയി 10,40,000 രൂപ കൊടുത്ത് മേടിച്ചോണ്ട് വന്നൊരു സാധനമാണത്. മനസ്സിലായി? എന്റെ വീടിന്റെ മുകളിൽ ഗ്രീഡർ ഉണ്ടായിരുന്നു കേട്ടോ. നഴ്സറിയിലെ കുറുക്ക് വരെ കുടിക്കുന്നത്. പറഞ്ഞതുപോലെ വീട്ടിൽ 10 മണിക്കൂർ ആള് വന്നിട്ട് 10 മണിക്കൂർ കഴിഞ്ഞാലും ലൈക്ക് അവൻ മൈൻഡ് ചെയ്യില്ലെന്നല്ല, അവനെല്ലാരും ഓർമ്മയുണ്ട്. കാരണം ആര് ഫുഡ് കൊടുത്താലും ആര് വിളിച്ചാലും അവൻ ഒറ്റ കാര്യം മതി, വരുന്നവരൊക്കെ ഗേറ്റ് തുറന്നു കൊടുക്കുക. അവൻ വെളിയിലിറങ്ങി അവിടെ ചില്ലൊക്കെ ചെയ്ത് പൊക്കോളും. അളിയൻ അത് മതി, അളിയൻ അത് മതി. ആ അളിയനെ പണി കേട്ടോ എല്ലാരും ഇവിടെ അറിഞ്ഞത്. എന്റെ എന്റെ ഗേറ്റിന്റെ വെളിയിൽ ഒരു 7 പട്ടികളുണ്ട് കേട്ടാ.
ബ്ലാക്ക് ഹാറ്റ്സ്. ബ്ലാക്ക് കാറ്റ്സ് കണ്ടിട്ടില്ലേ പിന്നെ അളിയൻ കോമ്പൗണ്ടിൽ കിടക്കുമ്പോ വീരുവിന് ഭയങ്കര ദേഷ്യം മറ്റേ രാജാപ്പാളെ ഞാൻ ബ്രീഡാണെന്ന്. നിന്നെയൊക്കെ ഞാൻ എന്തെങ്കിലും ഈ ഗേറ്റിന് അപ്പുറത്ത് വന്ന അന്ന് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നാണ് അളിയനാണ് കേട്ടാ. രാത്രിയിൽ നമ്മുടെ ഇവിടെ ഫാമിൽ ജോലി ചെയ്യുന്ന ചേട്ടൻ അതിരാവിലെ വെളുപ്പിന് ഗേറ്റ് തുറന്നിട്ട് പോയി. ഈ നൈസ് ഗ്യാപ്പിന് അളിയൻ ഗേറ്റിൽ കൂടെ വെളിയിലിറങ്ങിയ സമയം ഗ്യാപ്പിൽ മറ്റേ പുള്ളി അറിയാതെ ഗേറ്റും അടച്ച്. അവരൊരു 8 ബോയ്സ് ഉണ്ടായിരുന്നു. 8 ബോയ്സ് വട്ടത്തിലിട്ട് ചാണകക്കുഴി കൊണ്ടിട്ട് ഇപ്പൊ എല്ലാം പറയാനുണ്ടാവുന്ന എടാ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്കുക. 2 ആഴ്ചയായിട്ട് അളിയൻ ദേഹത്ത് മൊത്തം കാണിച്ച് കിഴിച്ച് ഈ നാടൻപട്ടിയുടെ എല്ലാം പല്ലില്ലേ ദേഹത്തായി. ഞാൻ രാവിലെ എണ്ണീറ്റ് വന്നപ്പോ മമ്മി അവിടെ നിക്കുന്ന ഇതും പറഞ്ഞോണ്ട് വിഷമിച്ചു. നോക്കിയപ്പോ അളിയനെ ചാണകത്തിലിട്ട് പണ്ണിക്കളഞ്ഞ അളിയനെ. വെള്ളപ്പെട്ടിന്റെ കളർ മാറി മാറിയുടെ ചാണകമായി മൊത്തത്തിൽ. പിന്നെ പുള്ളി ഇപ്പൊ ഓരോ ദിവസം ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്കുക. വലിയ ഷോണിക്കാൻ വേണ്ട ഞാൻ വീടെന്നൊക്കെ പറഞ്ഞ അമ്മയെ പിടിച്ച് ഫ്രീഡം അലമ്പേമാരാണെന്ന്. ഗൈസ് നമ്മള് വളർത്തുന്ന പോലെ ഇരിക്കും ഗൈസ്. എത്ര വലിയതിന് ഇപ്പൊ റോഡ് വീലറിനെ മേടിച്ചാലും എന്ത് മേടിച്ചാലും നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും. ഈ പറയണ പോലെ ഈ അഗ്രഷൻ ട്രെയിനിങ് ഒക്കെ ഒരു പെർട്ടിക്കുലർ ട്രെയിനിങ് ഉണ്ട് അതിന്. ഈ ചില പട്ടികളെ ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞോട്ടെ, ആ കടി കിട്ടിയതിന് ശേഷം ഉണ്ടല്ലോ അവൻ ഇച്ചിരി അഗ്രസീവാണ്. അത് ഞാൻ പറയാം. ആ കടി കിട്ടിയതിന് ശേഷം അവൻ ഇച്ചിരി അഗ്രസീവാണ് ഗൈസ്. അത് അല്ലടാ ഞാനത് നോട്ടീസ് ചെയ്തു. ആ കടി കിട്ടിയതിന് ശേഷം അവന് കുറെ മാറ്റമുണ്ട്. സീരിയസ് ആയിട്ട് ഞാൻ പറയാ. മനുഷ്യന്മാരായാലും പട്ടികളായാലും ഒരു അടി തലക്കിട്ട് കിട്ടുമ്പോ നമ്മള് ആർക്കായാലും അത് നല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ അത് ശരിയാണ്. നമുക്ക് കൊറേ പാഠങ്ങൾ കിട്ടിയാലേ നമ്മള് തിരിച്ച് എന്തെങ്കിലുമൊക്കെ നോക്കുള്ളൂ. അളിയനെ പേ ആയിരിക്കും. ഞങ്ങള് എല്ലാം ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ല അവന്. അപ്പൊ ഈ ആഴ്ച അങ്ങോട്ട് വരാ കടിച്ചറിയാന്നാണ് പറയണത്. കാണാൻ വേണ്ടി രാവിലെ വന്നേക്കും. നാഷണൽസ് ഒക്കെ പോയ സമയത്ത് എന്റെ അമ്മ 3,50,000 എന്റെ അമ്മ എടാ എന്തിനടാ ദൈവം. ഇത് മറ്റേ കയ്യാ അത് കൈയല്ലേ അത്? കൈയും അവന്റെ കൈ ഉടലും ദേഹം എല്ലാം ഉണ്ട്. കഴിയും കാലം എന്താ അല്ലേ നമ്മളിത് ബ്രദർ ഫുഡ് ഇപ്പൊ വർക്കാവുള്ള വയ്യ വരുന്നില്ല എനിക്ക്. ഒന്ന് നിനക്ക് ബാബു ആ പെട്രോൾ പമ്പിൽ ഫ്രണ്ടിൽ ഒരു കാർ കിടപ്പുണ്ട്. അതിന്റെ നമ്പർ അളയനെ ഇടയ്ക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞുണ്ടല്ലോ പിന്നുണ്ടല്ലോ ചോറുണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം മനസ്സിലിതാ ഇതിനെന്തെങ്കിലും തിരിച്ചു കൊടുക്കണം. മനസ്സിലായ? പിന്നെ പേഴ്സണൽ റിവെഞ്ചാ. പിന്നെ ആളുടെ തത്സമയം ആരെ ഊക്കിയെന്ന് വെച്ചാൽ അവരുടെ തത്സമയം ഇന്ന് കാണും. അതിൽ നിന്ന് എലമെന്റ്സ് കണ്ടുപിടിക്കും. അത് വെച്ച് അടുത്ത ദിവസത്തേക്ക് പ്ലാൻ ചെയ്ത് വരും. റൂമിലൊക്കെ ഫുള്ള് ചാറ്റൊക്കെ 8:30 എന്നെ ഊക്കി. അതെന്താന്ന് മനസ്സിലായ? റേസിന്റെ അൾട്ട് ഡോഡ്ജ് ചെയ്തതാണ് അവൻ. ഇത് നോക്കിക്കോ റേസ് അൾട്ട് അടിച്ച് ഇപ്പുറത്തെ സാഹചര്യത്തിൽ സ്പോട്ടിൽ വന്ന് പ്രോ ലീഗില് സ്പീഡ് കണ്ടോ? എന്നിട്ടൊരു കില്ലും എടുത്തവൻ. ഇവിടെ
നമുക്ക് എടാ, ആൽക്കും പൊട്ടി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഫയർ ഇൻ ദ ഹോൾ എന്ന് കേട്ടാ അതെന്റെ ചന്തിക്കാണെന്ന് ഞാൻ 100% ഉറപ്പിച്ചാണ് ജീവിക്കണേ. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഫയർ ഇൻ ദ ഹോള് പറഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടൊരു ചരിത്രം എനിക്കുണ്ടായിട്ടില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. അതില് ഞാൻ ചാവും. ഒരു കുഴപ്പമില്ല. ഇവിടെ അതിലൊരു സംശയം വേണ്ട. അതിലൊരു പ്രശ്നമില്ല. ഇതെന്റെ റീസെന്റ് ലാൻഡ്സ്കേപ്പ് പെയിന്റിംഗ് ആണ്. ലെറ്റ് മീ നോ ദാറ്റ് വാട്ട് യു തിങ്ക് ഓൺ ഇറ്റ്. സാൻഡ്ര ഞാൻ ഇതൊക്കെ മറ്റേ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫോട്ടോ ഫ്രെയിം ആണെന്ന് വിചാരിച്ചു ഇതൊക്കെ. ഇത് പ്രിന്റ് അല്ലേ? സത്യം പറ. ഇതെന്റെ റീസെന്റ് ലാൻഡ്സ്കേപ്പ് പെയിന്റിംഗ് ആണ്. റീസെന്റ് ലാൻഡ്സ്കേപ്പ് പെയിന്റിംഗ് ആണ്. ലെറ്റ് മീ നോ ദാറ്റ് വാട്ട് യു തിങ്ക് ഓഫ് ഇറ്റ്. എടാ പൊളികളെ. .art guys, do check it out. ലാലിന്റെ ശബ്ദോ ഇതും കൂടെ കേൾക്കാൻ വയ്യ. ഇതിൽ ആരൊന്നുമില്ല, കണ്ണാപ്പി അച്ഛന്ന് പാടിയത്. സത്യം മറ്റോ പറയുമല്ലോ ആളിയാ. കുനിഞ്ഞു നിന്ന കൊട്ടയടിച്ചിട്ട് വേണം കാലാക്കി ഇതെന്ന് പറഞ്ഞു. ജംഗിൾ റമ്മി കളിക്കുമെന്ന്. ഇപ്പൊ പുള്ളിയെ കാണുമ്പോ എല്ലാരും അതാ പറയണേ. പാവം കേട്ടോ. ജംഗിൾ റമ്മിനെ വിളിക്കും. ജംഗിൾ റമ്മിനെ വിളിക്കുള്ളത്. ഒരു കുഴപ്പമില്ല. കൊണ്ട് വലിയ ശല്യം കേട്ടാ. മറ്റേ പണ്ടാരോ പറഞ്ഞ കുടിഞ്ഞു കൊട്ടയടിച്ചു കാലമാണ്. ഇൻ ഫ്രണ്ട് ഓഫ് ലവേഴ്സ് ലവർ. പെൺപിള്ളേര് പോയോടി. വേറൊന്നുമല്ലടി, നീ അല്ലാതെ വേറെ ആരെയും നോക്കുന്ന എനിക്കങ്ങ് ഒരുമാതിരി. കണ്ണാപ്പി കണ്ണാപ്പി അവളെനിക്ക് നല്ല കൊത്തുണ്ട് കേട്ടോ. എടാ അത് കിളവിയടാ. കുഴപ്പമില്ലടാ. അറേബ്യൻ കുതിര. നീ എന്നെ വിടളിയായി. കുഴപ്പമില്ല, നീ ഇങ്ങനെ അറേബ്യൻ കുതിരയൊന്നും ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. സത്യമായിട്ട് ഇങ്ങനെ ഉണ്ട്. അളിയ സ്ട്രീം ഒക്കെ നിർത്തി ഇപ്പം കപ്പിൾ റീൽസ് ആണ്. മനസ്സിലായ? ഏതാ കണ്ടാ? ഇതാണ് അളിയന്റെ പരിപാടി. ചോദിച്ചല്ലോ എവിടെ നിന്ന്. ഇതാണ് ഇപ്പൊ അളിയന്റെ പരിപാടി. ആള് ചെന്നൈയിലാണ്. എന്നിട്ട് ടിപ്പൂപ്പേ എന്ത് പെട്ടെന്നാ വലുതായല്ലേ. பார்வை உன்னோடு பொம்மை கண்ணோடு பேசாமல் விண்ணோடு நாம் மிதந்து போவோம். വാസു അപ്പൂപ്പാന്നാ പോരാ അവിടുന്ന്. വാസു അപ്പൂപ്പാന്ന്. ആശാനെ അപ്പൊ ഈ ഗന്ധർവനെ കൊണ്ടല്ലേ? ഇല്ലേ, ഗന്ധർവൻ വടേഷി പലേഷി ചോട്ടാബി ബെണ്ടൻ എല്ലാരും ഉണ്ട്. അതെന്തിനു പോയത്? അത് ദീപാവലിക്കല്ലേ, ആരെങ്കിലും വാണം വിട്ടതായിരിക്കും. ആശാനെ അവിടെ കണ്ടത് ഗന്ധർവൻ. അപ്പൊ ഇത് ആര്? ഞാനൊരു സാത്വികൻ.
ദിഗംബര. ഞാൻ ദിവാകരൻ. നൈസ് മീറ്റ്. ചെമ്പാ. ചെമ്പല്ല, പിത്തള പിത്തള. വവ്വാൽ മൂഞ്ചി എന്തായി? ഞാനിവിടെ വ്യഭിചാര കർമ്മങ്ങൾ അല്ല ആഭിചാര കർമ്മങ്ങൾക്ക് വന്നതാണ്. അതിനായി എനിക്കൊരു മനുഷ്യരൂപത്തെ വേണം. സ്റ്റെപ്പ് ഫോർവേഡ്. സൗന്ദര്യം വടിഞ്ഞൊഴുകുന്ന ഒരു മനുഷ്യജന്മം. എക്സ്ക്യൂസ് മീ, ഒന്ന് മാറിയ പറയൂ. അതൊരു സ്ത്രീയായിരിക്കണം. വീണ്ടും ആശാൻ. അവൾ സുഭദ്രയാണ്. മറ്റേ പരിപാടി ആണെങ്കില് ആശാനെ പിടിച്ചെടുത്തിട്ട് ഇപ്പൊ സുഭദ്ര വേണമെന്ന്. ഈ വേണ്ടയെ എനിക്ക് വേണ്ട. എന്നാ ഇപ്പൊ എനിക്കും വേണ്ട. ഇവിടം അത്ര ശരിയല്ല. വേഗം പൊക്കോ. ഫാൻസി ഡ്രസ് ഇട്ട് ഇറങ്ങിയിരിക്കുകയാണ് കള്ളത്താടി. പോട്ടാടാ. കാണാം. ഭ്രാന്തനാടാ. യജുർവേദം, സാമവേദം, ദഗർകുണ്ടം, ജിഗർദണ്ഡ, ആനമൂലം, കുഷ്ഠരോഗം, വയറിളക്കം, പുഷ്പ. ഗ്രാഫിക് ഡിസൈൻ ഒരു പ്രൊഫഷൻ ആക്കാന്ന് വിചാരിച്ച, ബട്ട് ഇതൊക്കെ കേൾക്കുമ്പോ ഫ്യൂച്ചറിൽ ഗ്രാഫിക് ഡിസൈൻ ഒരു വിലയും കാണില്ലല്ലോ. ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈൻ ആയിരിക്കും അല്ലേ? ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനേഴ്സിന് നല്ല ഒരു സിസ്റ്റം ഒക്കെ നല്ല പൈസ കൊടുത്ത് വേണ്ടിച്ച് ഇത്രയും വർഷം പഠിച്ച് കോളേജിൽ പോയി ഈ സ്കില്ലൊക്കെ പഠിച്ച് ഒരു ലോഗോ ചെയ്ത് കൊടുക്കും ഒരു കമ്പനിക്ക്. ഒരു 300 റുപ്യ എടുക്കും, അല്ലെങ്കിൽ 800 റുപ്യ എടുക്കും. ഭയങ്കര ബാർഗൈനിങ് ആണ് ഈ ഫീൽഡിൽ. ഫ്രീലാൻസിന്റെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്നവരൊക്കെ പറയും, അതായത് ഒരു പോസ്റ്ററിന് 500 എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ അവസാനം പറയും 300 ഉള്ളൂ, ഇത്ര മതിയില്ല പറഞ്ഞിട്ട് ഭയങ്കര ഒരു പരിതാപകരമായ അവസ്ഥയാണ് കൂടുതൽ പേരും ഫേസ് ചെയ്യുന്നത്. അതെ. ഒന്നാമത്തെ പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഡിസൈനേഴ്സിനൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള സ്കില്ലും ഉണ്ടാവില്ല, അവർക്ക് ബിസിനസ്സിൽ ഒരു ഐഡിയ ഉണ്ടാവില്ല. പിന്നെ ഓർക്കെന്നെ പറയാനൊരു മടിയായിരിക്കും. തരണം എന്തെങ്കിലുമൊക്കെ തന്നളിന്നുള്ളൊരു മൈൻഡിൽ അവരും പറയാം. അതായത് അവർക്ക് പറയാനുള്ള ഒരു മടിയുണ്ട്. പിന്നെ എന്താ വെച്ചാൽ കേരളത്തിലെ മെയിൻ ഡിസൈനേഴ്സിന്റെ പ്രശ്നം അപ്ഫ്രണ്ട് ആയിട്ട് പേയ്മെന്റ് മേടിക്കൂല. അതുകൊണ്ട് എന്ത് ചെയ്യും ഇവരെന്ത് ചെയ്യും, ഈ ഡിസൈൻ ഇഷ്ടമായിട്ട് മതി പേയ്മെന്റ് മേടിക്കുക, ക്ലയന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് മതി പേയ്മെന്റ് മേടിക്കാന്നുള്ള ചിന്തയിൽ അവരെന്ത് ചെയ്യും, പേയ്മെന്റ് ചോദിക്കും. ലാസ്റ്റ് ക്ലയന്റ് ഇത് എന്ത് ചെയ്യും, വർക്ക് ഏതായാലും ഇവൻ ചെയ്ത് ഇനി എന്തായാലും മോനെ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഓൻ മേടിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഈ ക്ലയന്റ് ഇപ്പൊ ഒരു 2000 ഒരു 5000 പറഞ്ഞു വിചാരിച്ചോ, ഇത് 5000 ഇത് ചെറിയ ഫയലല്ലേ, ഇത് ഇത്ര ഉള്ളല്ലോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു 800 വരും. ഈ പാവത്തിന് ഇത് നെഗോഷിയേറ്റ് ചെയ്ത് പിടിച്ച കാല സ്കില്ല് എന്നാ ആയിക്കോട്ടെ കിട്ടി എന്നുള്ളതിൽ കേരളത്തിലുള്ള ഒരു വിധം ഗ്രാഫിക് ഡിസൈനേഴ്സിന്റെ അവസ്ഥ ഇതാണ്. ഈ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതൊരു സമയത്ത് ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു സാധനം വലുതായിട്ട് ഫേസ് ചെയ്തൊരു കാര്യമാണ്. നിങ്ങൾ ഈ ഗ്രാഫിക് ഡിസൈൻ ഇങ്ങനത്തെ ഫീൽഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല കമ്പനീസിലൊക്കെ ട്രൈ ചെയ്യുക. കുറച്ചും കൂടി ഈ ഫ്രീലാൻസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്നും ഇങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ. നമുക്ക് മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് ത്രൂ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുറച്ച് വലുതായിട്ട് ചെയ്യണം. അല്ലാതെ ഈ പറയണത് പോലെ നമ്മൾ ഈ ചെറിയ ലോഗോയും ചെറിയ സാധനങ്ങളും ചെയ്ത് നിന്നാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർ പറയത്തില്ല, കല്യാണ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കാനാണെങ്കിൽ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഔട്ട് ഓഫ് ദ ബോക്സ് എന്തെങ്കിലും തിങ്ക് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഒരു നല്ലൊരു കമ്പനിയിലോ അല്ലെങ്കിൽ ആ പറയണത് പോലത്തെ എന്തെങ്കിലും കുറച്ച് ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നിടത്തോട്ട് പോകണം. അല്ലാതെ ഈ ഫ്രീലാൻസ് ആയിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കാനാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നു പോകും. അതൊരു വലിയ സത്യമാണ്. നമ്മള് കണ്ട വീഡിയോ ഇത് കണ്ടതാ ഒരു 10 വർഷം കണ്ടതാ. POV ടെമ്പിൾ റണ്ണ് എന്തൊക്കെയാണ്, ആംഗ്രി ബേർഡ്സ്. സത്യല്ലേ? എന്റെ ടൺഹാള് 10 11 മാക്സ്. ഇതെന്തിര്? What is bros pre ഇതിനപ്പുറം ഒരു മോട്ടിവേഷൻ വേണ്ട. ഓൾഡ് മലയാളം BGMs which give you goosebumps under 90 seconds. 1986-ൽ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് പുതിയൊരു സൂപ്പർ സ്റ്റാർ. തൊപ്പിയും കണ്ണാടിയും വെച്ച് അണ്ണൻ ഒരു വരം അങ്ങ് വന്നു. സ്വാഗ് മോഹൻലാൽ ഓഫ് മോളിവുഡ്. എക്സ്ക്യൂസ് മീ, സാറിന്റെ പേര് പറഞ്ഞില്ല. ലാലേട്ടൻ സ്വാഗ് കണ്ട് കൊതി തീരുന്നതിന് മുന്നേ 1990-ൽ വേറൊരു അവതാരം, അലക്സാണ്ടർ. കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും തരുമായിരുന്നു. മമ്മൂട്ടി മോഹൻലാലിനെയൊക്കെ തൂക്കിയടിച്ച് 2 വില്ലന്മാർ വന്ന് മൊത്തം കേരളത്തിന് അടിച്ചു വച്ച ഒരു സമയം ഉണ്ടായിരുന്നു.
ഇച്ചാക്കാണ് എല്ലാ ബീജിയമിനെ തൂക്കി അടിച്ച് ലാലേട്ടൻ ഒരു സാധനം അങ്ങ് ഇറക്കി. ലാലേട്ടൻ വരുന്നു സിംഹാവുന്നു, ലാലേട്ടൻ വരുന്നു സിംഹാവുന്നു, ലാലേട്ടൻ വരുന്നു സിംഹാവുന്നു. എനിക്ക് ഇതുപോലത്തൊരു ട്രാക്ക് വേണം. ഇച്ചാക്കനെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. ഇച്ചാക്ക കോമഡി അടിക്കല്ലേ. ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും എപ്പോ കേട്ടാലും മലയാളികൾ സ്വർഗം കാണുന്ന ഒരു സാധനമാണ് എവർഗ്രീൻ ദേവദൂതൻ. എടാ ഇതല്ല ഇതിന്റെ തുടക്കത്തെ ഒരു സാധനം ഉണ്ട്, അതാണ് കേൾക്കേണ്ടത്. അതാണ് കേൾക്കേണ്ടത്. അതല്ല ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ ഇതാണ് ഇത് ഫുൾ മൂവി. എടാ ഇതിന്റെ ഈ ബീജിയം കേക്കണ്ടേ, ഇതാ കേക്കണ്ടേ. ഇത് കേട്ടോ നോക്ക്. ഓ നിനക്ക് കേൾക്കാൻ പറ്റത്തില്ലല്ലേ? വെയിറ്റ് എടാ ഇത് കേട്ടോ, വിദ്യാസാഗർ മാജിക്. എന്റെ അമ്മ, അത് ഈ സാധനം എന്ത് കിടിലമാട്ടെന്നറിയത്. ഇതാണ് ശരിക്കും പറഞ്ഞ ഇതിലിടേണ്ട പോഷൻ അതായിരുന്നു, ഇതിലിടുന്ന പോഷൻ അതായിരുന്നു ശരിക്കും പറഞ്ഞ ചേട്ടാ. ഈ എടാ അതെ 2020 അല്ലേ ക്രിസ്ത്യൻ ബ്രദേഴ്സ്. അതിനകത്തെയോ? എടാ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ലാലേട്ടൻ എൻട്രി അത് കണ്ടിട്ടില്ല. അതുണ്ട്. അത് എവിടെ അതെന്നാ? ഓ ഇത് സീൻസ് ആയിരുന്നു. ദേവരാജൻ പ്രതാപവർമ്മ. ഓ എന്തിനല്ലേ വടക്കെന്ന് പറഞ്ഞാൽ ഉദയനന്റെ തെക്ക് മടക്കും കൂടെ ചേർന്നപ്പോ ഞാൻ അല്പം വടക്കായി. തകിട മലയാളം സോങ് അതല്ല അതിനകത്ത് അത് തന്നെ സാധനം. ഇപ്പൊ നോക്കിയോ എൻട്രി, ഇതാണ് സാധനം. കണ്ടാ 5 കയറ് കെട്ടിടണ ഒരു കുഴപ്പമില്ല. വിഷയമാണ് കേട്ടോ, ആ ബീജിയം വിഷയമാണത്. ആ പാട്ട് വെക്കില്ലേ എന്നും വന്നീല. അയ്യോ അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് കേട്ടാ. അങ്ങനെ കുറെ രോമാഞ്ചം ബീജിയങ്ങളുണ്ട്, പറയണെങ്കിൽ ഒരുപാടുണ്ട്. സത്യം. അതുപോലെ മറ്റേ സാധനം ഇത് എവർഗ്രീൻ ആയിരിക്കും കേട്ടാ. ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കാം അങ്ങനെ. എടാ മറ്റേ സാധനം കമ്മീഷണറിലെ ഇതും സാധനമാണ്. സത്യല്ലേ ഇതൊക്കെ പണ്ട് അടിപൊളിയായിരുന്നു. ഇപ്പൊ പിന്നെ ഇതും CBI-യിലെ ഇതും ഒരു സിമിലാരിറ്റി ഉണ്ടല്ലേ. സെയിം ഒരു ഇതാണ്. ശരി, അത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട് കേട്ടാ. ഉണ്ട്. ഇതെന്താ? ഓ ഇത് സീൻസ് ആണോ? ഇത് ഐറ്റമാണ്. ഓ എടാ ഇതിനകത്ത് അവര് പറഞ്ഞ പോലെ ബിഗ് ബിയിലേക്കാണ് സാധനം. ടർബോ ബിഗ് ബി സത്യം അതുണ്ടല്ലേ. അത് സീൻ സാധനമാണ്. എന്തൊരു എൻട്രി ഇല്ലേ.
ഇങ്ങനെ തൂക്കിയിട്ടോണ്ട് നടന്നാ മതി. ഇടയ്ക്കൊരു പിടിക്കാക്കിണ്ട് മുരുക പാർട്ടിക്ക് ഇടുക. എടാ ഈ പടമൊക്കെ ഇപ്പൊ തിയേറ്ററിൽ ഇറങ്ങിയുള്ള ഒരു ഇത് കൊറേ ഉണ്ട്. ബാച്ചിലർ പാർട്ടി. ഞാൻ പറയാം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പറയണേ. ബാച്ചിലർ പാർട്ടി ഇങ്ങനത്തെ ഈ പടങ്ങൾ കൂടാതെ മറ്റേ ഇതില്ലേടാ ലജ്ജാവതിയെ ഒക്കെ സോങ് ഒക്കെ ഏതെങ്കിലും പടത്തിലായിരുന്നു വന്നിരുന്നെങ്കിലോ. എന്റെ അമ്മോ, ആചാരപടിക്ക് ഉറുമിയൊക്കെ ഇപ്പൊ ഇറങ്ങാനുള്ള പടമാണ്. ദുബായിലായിരുന്നു, ഒന്ന് കാണാൻ വന്നതാ. പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകാനുള്ളതാ. ഇതൊക്കെ ബാച്ചിലർ പാർട്ടിക്ക് എന്തൊരു പടം ഉണ്ടോ? ഇതൊക്കെ ഇപ്പഴത്തെ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ കേട്ടാ. പക്ഷെ ഞങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡ് കളറാക്കിയത് ഇവരൊക്കെ ആയിരുന്നു, സത്യം പറയാം. കാര്യമില്ല. ചോട്ടാ ഭീമാ, ചോട്ടാ ഭീമാ, ചോട്ടാ ഭീമിന്റെ വിജയമാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചങ്ക്. എടാ നിനക്ക് എന്നെ കണ്ട നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ട്? ഇതൊക്കെ വെറും റീൽസ് കൺസെപ്റ്റുകളാടാ, ചുമ്മാ. അണ്ണാ അണ്ണന്റെ ഫീനിക്സ് ഗെയിം പ്ലേ കണ്ട് ഫീനിക്സ് പഠിച്ച നീ എന്തിനാ അനങ്ങാതെ നിക്കണേ? അണ്ണന്റെ ഗെയിം പ്ലേ പഠിച്ചാണ്. അതല്ല आओ भाई आओ. हाँ भैया यार 120 यार जेट 120 80 रेंज सारे बैठ भाई. करेक्ट है. नाइस. ये पीछे ओ नाइस. पीछे जेट पीछे 120 लो 120 सी पे था, बी घूम के जा रहा हूं. बी पे जा रहा अनंत सेम स्टाइल है था. जाके स्पाइक ले ले. स्पाइक के पास था. हां वही है. बस फाइट भी इतनी लड़ा. अरे अब वापस जाना पड़ेगा. इधर अवस्था हो गया. टाइम नहीं है, बहुत टाइम है भाई. बहुत टाइम है भाई. 40 seconds. എടാ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാ? അവന്റെ ലോബി പോലും എന്തോരം മോട്ടിവേഷൻ തരുന്നവന്മാരാണ് നോക്ക്. ആ ലോ ഈ ലോ ഇല്ല ഇഷ്ടംപോലെ സമയമുണ്ട്. മറ്റവനായിരുന്നുണ്ടല്ലോ, നീ എന്തിനാണ് ഒറ്റ ഗെയിമേൻ പോയി നിന്നത്, ഞങ്ങളെല്ലാം അവിടെ പോയി ചത്തില്ല കഴിവറാ മോനെ എന്ന് പറഞ്ഞ് തുടങ്ങിയേനെ. നോക്ക് കണ്ട എന്ത് സപ്പോർട്ട് നോക്കിയാണ്. 30 seconds left. കറക്റ്റ്. അണ്ണൻ തന്നെ അത്. അണ്ണപ്പല്ലേ 750 രൂപ പോയി. എടാ അത് ഞങ്ങളുടെ സെലിബ്രേഷൻ ആടാ. അത് ഞങ്ങളുടെ വാലോറന്റ് ലൈവ് കാണുന്നവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇത് അല്ലാതെ മനസ്സിലാകത്തില്ല. ബോസ് എടുത്തോണ്ട് പോടാ എന്റെ വണ്ടി വേണ്ടി എടുത്തോണ്ട് ഒരാഴ്ചയിലാണ് ഇങ്ങോട്ടൊന്ന് കുറച്ച് കേട്ടാ. ഇനി കുറച്ച് കഴിഞ്ഞാൽ അടിച്ചു കൊല്ലും. അത്രേ ഉള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ അടിച്ചു കൊല്ലും. മനസ്സിലായോ? ഇങ്ങോട്ട് പറഞ്ഞ സാധനം വരായ നമ്മള് വിടരുതറിയാ. അത്രേ ഉള്ളൂ. പക്ഷെ ടർഫിലെ ആള് വീട്ടിൽ കയറി ചാവും. നീ എന്തോ ഉണ്ടാക്കുന്നതാ പറഞ്ഞേ കേക്കട്ടെ. പാപ്പത്തിനെ നിനക്കെന്തോന്നു? പാപ്പത്തിന്റെ കൈ കൊട്ടാനാ? നീ കയ്യോ കാലോ എന്തിനാ വെച്ച് കൊട്ടിക്കോ? കുറച്ച് മെസ് ബോയ് ആണ് പയ്യൻ കേട്ടാ. ആളിച്ചിരി മെസ്സാണ് ഇപ്പൊ. പാപ്പത്തിന്റെ കൈ കൊട്ട ആളിച്ചിരി മെസ് ബോയ് ആണ്. എന്നാ ഡി സിയിൽ ഇട്ടപ്പോ ക്വാളിറ്റി കുറഞ്ഞു പോയി. കുഴപ്പമില്ലടാ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. അത് കുഴപ്പമില്ല. അയ്യോ സത്യം കല്യാണത്തിനാണ് കേട്ടോ എല്ലാരെയും കൂടെ ഒന്ന് ഒരുമിച്ച് സന്തോഷത്തോടെ കാണാൻ പറ്റിയത്. സത്യം പറയാം, കുറെ നാൾക്ക് ശേഷം. അന്ന് ആ മീറ്റപ്പിന്റെ പ്രൊഫസറിന്റെ എടുക്കാനുള്ള മീറ്റപ്പിന്റെ ഒക്കെ അടിയൊക്കെ കഴിഞ്ഞിട്ടേ നമ്മളെല്ലാരും സന്തോഷത്തോടെ എല്ലാരും ഒന്ന് കാണാൻ പറ്റിയത് അന്നാണ്.
ഇളവി That hug was something personal, guys. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അയ്യോ, ജോക്കി മിസ് ചെയ്തു. ശരി ശരി. വാട്ടർ മെൻഡർ കുടിച്ചോട്ടെ. നീ അത് പെഗടിച്ചതല്ലേ നീ? അച്ഛനെ പാട്ടിച്ച അണ്ണാ, എന്റെ 12K റേഞ്ചുള്ള സാംസങ്ങിന്റെ ഫോണിൽ എടുത്ത് എഡിറ്റ് ചെയ്ത പിക്കാണ്. കൊള്ളാമോ? കൊള്ളടാ, കൊള്ളാം. ഓ കൊള്ളാം. ഓ എടാ, ഇത് കൊള്ളാം. നൈസ്. നല്ല കേട്ടോ, നല്ല ഫോട്ടോടാ. 10 രൂപ കൊടുക്കാം. എന്താടാ നല്ല കേട്ടോ. മദ്യപിച്ച് വന്നാണെന്ന് കരുതി ആദ്യം പാടാൻ സമ്മതിച്ചില്ല. പാട്ട് കേട്ടപ്പോൾ നാട്ടുകാർ ഞെട്ടി. എടാ എന്താടാ അത്? ഇതാണ് നെവർ ജഡ്ജ് ബുക്ക് ബൈറ്റ്സ് കവർ. ഒറിജിനൽ കേൾക്കണ പോലെ ഉണ്ടല്ലേ? ഇമോഷണലായിട്ടോ എക്സ്പീരിയൻസിന് പറഞ്ഞാണ്. എന്റെ പോനെ കിടിലം, ഒരു രക്ഷയില്ല. അടിച്ചു കൊടുത്ത് എല്ലാവർക്കും സത്യോടെ. താടി അങ്ങനെ ആട്ടുകുട്ടിയെ പോലെ അങ്ങോട്ട് നോക്കിയ താടി വാങ്ങണ വാസണ. സ്റ്റൈലാണ് പുഷ്പ. താടി വാങ്ങിയ മിണ്ടില്ല ഒന്നും. അവന്റെ താടി അങ്ങനെങ്കിലും ഇരിക്കുന്നുണ്ട്. എന്നാ ഞാൻ ക്യാമറ ഓണാക്കാത്തതാണ്. നമുക്കിവിടെ നീ ഒന്ന് ഓണാക്കിയതിന്റെ ക്യാമറ നോക്കാം. ഇവിടെ റെഗുലേറ്റ് ഒന്നുമില്ല. ഞാൻ റിവീൽ ചെയ്യുന്നുണ്ട് താടി റിവീൽ. ലൈറ്റിങ്ങിന്റെ പ്രശ്നമുണ്ട്. അതിനുള്ള ഉണ്ട്. ഞാൻ ഡിമാൻഡ് ഉണ്ട്. ഈ പോയ പേപ്പറൊക്കെ എഴുതിയെടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഈ പോയ പേപ്പർ ഇവര് വന്നായിരുന്നു നമ്മളെ റിസപ്ഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊളിയാണോ? അല്ല, ഞാൻ ഇങ്ങനെ ഡോക്ടർ ആയാലോ എന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. കൊമേഴ്സ് പഠിച്ച നീ എങ്ങനെയാ ഡോക്ടർ ആവുന്നു? ഇനി വേണേലും സയൻസ് പഠിക്കാമല്ലോ. അതിരിക്കട്ടെ. ഇന്നലെ ഞാൻ മൂത്രമൊക്കെ ഇറങ്ങാൻ നേരത്തെ ടെറസിന്റെ മണ്ടയിൽ ഒരു പുകമയം. അതുവല്ല കല്യങ്കാട്ട് യക്ഷിയ വടയോ വല്ല വന്നേ. ഏത് യക്ഷിയോടാ നിങ്ങളെന്തോ പറഞ്ഞു വരുന്നേ? ഞാൻ സിഗരറ്റ് വലിയ തുടങ്ങിയെന്നാണോ? ആണ്. ഇതുവരെ എന്റെ കുടുംബത്തെ ആർക്കും ഇല്ലാത്തൊരു ദുശീലം. ഞങ്ങളുടെ പാരമ്പര്യം നീ നശിപ്പിക്കരുത്. അപ്പൂപ്പൻ എങ്ങനെയായിരുന്നു മരിച്ച്? അത് വെള്ളം. എടാ, ഒന്നുമില്ലെങ്കിലും നീ ആ ദിവാകരന്റെ മോനോട്ടാ കൂട്ട്. അവനെ കണ്ടുപടി. ഒരു ദുശീലവും ഇല്ല. അളിയോ അവന്റെ ഒരു ബഹുമാനം കണ്ട. മോനെ, എനിക്ക് നല്ല സംശയമുണ്ട്. അച്ഛാന്ന് വിളിച്ചാ പറഞ്ഞേട്ടോ. ഞാൻ നിങ്ങളെ പിന്നെ അളിയാന്നാണല്ലോ വിളിക്കുന്നത്. സിഗരറ്റ് വലി തുടങ്ങിയോ? എടാ, നിനക്ക് അറിഞ്ഞൂടാ? സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകയിപ്പിടിപ്പത് മുട്ടുമയിൽ ഉണ്ടാക്കും, മറ്റും ഉയരെ കൊല്ലും. തെരിയാതെ? അവനിതൊന്നും തെരിയാതെ. അപ്പൊ സമയം കിട്ടുമ്പോ അവനെ ഒന്ന് എന്തോടാ ഇതൊന്നും വലിക്കരുതെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടുവന്നേ അച്ഛാ. ചൂടൊക്കെ ചൂടൊക്കെ ഇല്ലെന്നാ
ഈ സാധനമൊക്കെ വെച്ചാണല്ലോ ഇതൊക്കെ ജീവിതം പോയത് വിട്ടാ മതി. മറ്റേ സിഗരറ്റിന്റെ പാക്കറ്റിനകത്തിന് പുറത്തുള്ള പടത്തിനകത്തൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ആവും വായൊക്കെ ഈ കൂളും മറ്റേ ആൻസും ഒക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പുഴുക്കും. നീയൊക്കെ ദയവേത് ഈ സാമാനങ്ങളൊന്നും പറക്കി വായിക്കാത്ത വെക്കരുത്. അനുഭവിക്കും. വീഡിയോയിലൊക്കെ കാണാൻ വീഡിയോയിലൊക്കെ കാണാനും ഇങ്ങനെ തമാശയായിട്ടൊക്കെ എടുക്കാൻ നല്ല രസമായിരിക്കും. ഭയങ്കര പ്രശ്നമാണ്. റീഹാബിലൊക്കെ ഇരുന്ന് നമ്മൾ കണ്ടിട്ടുള്ള സാധനമാണിത്. GTX കാർഡിലൊന്നും GTX കാർഡൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോണേ. GTX കാർഡൊക്കെ ഇപ്പൊ പോവും. അങ്ങനെ പറയലാണ്. പാട്ടായിരുന്നല്ലേ അന്ന് സാപ്റ്റർ. അത് കറക്റ്റ് കേട്ടോ, കറക്റ്റ് പൂച്ച പോലെ സാരം കൊള്ളാം. എടാ ഇത് ഇന്ന് വന്ന് മറ്റേ ബോട്ടഫ്രാഗറായിട്ടുള്ള എടാ ഇത് ഇന്നലെ കേട്ടതാടാ. ഇന്നലെ ഞങ്ങൾ കേട്ടതാ ഈ പാട്ട്. ക്ലോസ്ഡ്. ഓ എടാ ഇവിടെ റീൽസ് എന്ന് പറഞ്ഞാ ഇപ്പൊ ഓപ്പൺ ചെയ്തു. വീട് തുറന്നിട്ടാണ്. ഏഴാംബാഹറും കടന്ന് നിന്മാരൻ വരുന്നുണ്ട്. താഴുമ്പുമണമൊഴുകും കാറ്റിന്നു വരുന്നുണ്ട്. മേലെ മാനത്തമ്പിളി പാടിയ രാവിൽ മേഘക്കിരിന്നലകൾക്ക് നിറമുണ്ട്. മേലെ മാനത്തമ്പിളി പാടിയ രാവിൽ മേഘക്കിരിന്നലകൾക്ക് നിറമുണ്ട്. ഏഴാംബാഹറും കടന്ന് നിന്മാരൻ വരുന്നുണ്ട്. നൈസ് നൈസ്. ആൽക്കഹോൾ കുടിക്കില്ലേ നിങ്ങൾ? അപ്പോൾ അതൊക്കെ നല്ലതാണോ ബ്രോ? ഞാനൊരു കാര്യം പറയാം. ഞാൻ സിമ്പിൾ കാര്യം പറഞ്ഞുതരാം. എനിക്ക് എൻ്റെ വീട്ടിൽ ഹോം ബാറുണ്ട്, മിനി ബാറുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒറ്റയ്ക്കിരുന്ന് വെള്ളം അടിച്ചിട്ടില്ല. എനിക്കത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്, മനസ്സിലായ? ഞാൻ ഇതുവരെ എനിക്കങ്ങനെ ഒറ്റയ്ക്കിരുന്ന് വെള്ളം അടിക്കുന്നതോ ഒറ്റയ്ക്കിരുന്ന് കുടിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല. അവിടെ ഇപ്പം ചെന്നാലും സാധനം ഇരിപ്പുണ്ടായിരിക്കും. ഞാൻ എടുത്ത് വെച്ച് കുടിക്കാറില്ല. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ദൂഷ്യവശങ്ങളുണ്ട്. അത് ഞാൻ പ്രൊമോട്ടും ചെയ്യണില്ല ഒരിക്കലും. അത് എനിക്കറിയാം അത് എങ്ങനെ എവിടെ നിർത്തണം എന്ന്. അത് നമ്മുടെ ഫ്യൂച്ചറിനെ എത്രത്തോളം ബാഡായിട്ട് റെഗുലർ ആക്കി കഴിഞ്ഞാൽ എത്രത്തോളം ബാഡായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ അത് വളരെ ലിമിറ്റഡ്. എൻ്റെ ഫ്രണ്ട് സർക്കിളൊക്കെ വരുന്ന സമയത്തും അങ്ങനത്തെ സമയത്ത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഡെയിലി ചുണ്ടിൻ്റെ അടുത്തറ്റത്ത് 4 എണ്ണം വെച്ച് നടക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്കറിയാം അത് എവിടെ നിർത്തണം, എവിടെ കൊണ്ടുപോയാൽ അത് ഓവറാവും, എവിടെ പോയാൽ അത് ഫ്യൂച്ചറിനെ ബാധിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ ആ ഒരു സെക്ഷനിൽ ഒരു സൈഡിൽ നന്നായിട്ട് നിർത്തിയിരിക്കുക. അത് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഡെയിലി അടിക്കുന്നവനാണെങ്കിൽ ഞാൻ ഈ സാധനം ഇടുന്നുണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ലൈവ് ഇടാൻ പറ്റുമോ? എനിക്ക് ഒരിക്കലും പറ്റത്തില്ല. JD-യുടെ ഒക്കെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഡ്രിങ്ക് റെസ്പോൺസിബിളി, നോട്ട്സ് പ്ലീസ്. ഇതൊക്കെ നമ്മൾ കണ്ടതാ. ഈ സാധനം ഇത് എനിക്ക് ഇവന്റെ പാട്ട് കേൾക്കാൻ വയ്യ. ലോട്ടസ് അപ്കമിങ് ചേഞ്ചസ് ഇൻ എപ്പിസോഡ് 8. കണ്ടില്ലേ? ഇത് കണ്ടത് ഇതുവഴി അവിടെ അത് വലിയ ചേഞ്ച് അല്ല. അയ്യോ ഇതൊരു ചേഞ്ച് ആയിപ്പോയി. ഇത് കൊള്ളാം. ഇത് ഈ 2 ആംഗിൾ നോക്കിയാൽ മതി. മറ്റേത് അങ്ങനല്ല. ഇവിടെ വരുവോ എല്ലായിടും നോക്കണം. എന്നാലും ഹോൾഡ് ചെയ്യാം. അതെടുത്ത് വെക്കാം. കൊള്ളാം. ഇതിലെന്താ വലിയ വ്യത്യാസമോ? ഇവിടെ ഇങ്ങനെ ഒരു ഇത് വന്നല്ലേ, ഒരു പില്ലർ. ഇത് കുറച്ചടാ. ഇത് 2 എണ്ണം ആക്കി, ഇത് ഇങ്ങോട്ടാക്കി. ഇത് ഇത്രയെങ്കിലും സ്റ്റെപ്പിലൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല.
അല്ല ഇല്ല പറ്റത്തില്ല ഇവിടെ. അല്ല നേരത്തെ മുകളിലത്തെ അല്ലേ ഇപ്പോൾ ഇത് കുറച്ചെന്നാ പറഞ്ഞേ. വിഷ്ണു കെ എം, യുവർ എക്സ് ബ്രേക്കപ്പ് റീസൺ. നിനക്ക് എന്തൊക്കെ അറിയണോടാ നിനക്ക്? അല്ല ബ്രോ, ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് മറ്റേ നമ്മളിവിടെ നിൽക്കണതാണ്. ഇപ്പോഴത്തെ സമയത്ത് നിനക്കൊക്കെ ഇപ്പൊ ചോദിക്കേണ്ട നല്ല റെലവന്റ് ചോദ്യമാണല്ലോ. നാളെ എന്നിട്ട് നിനക്ക് പത്രത്തിലിടാനുള്ളതാണോ? പ്രശ്നം വല്ലാത്ത പ്രശ്നമാണ്. വല്ലാത്ത പ്രശ്നമാണ് നിനക്കൊക്കെ വന്നിരിക്കണവൻ. അടക്കി കഴിഞ്ഞിട്ട് ആൾക്ക് അന്ത്യകുമ്പനം കൊടുക്കണമെന്ന് പറഞ്ഞ് വന്നിരിക്കണം. അടക്കം കഴിഞ്ഞിട്ടേ കാശ് വേണ്ടെന്ന്. ഡോണ്ട് ഡിപ്പെൻഡ് എനി വേണം. ഓച്ചാരം വേണ്ട. നീ കൊള്ളാമല്ലോടി പെണ്ണ്. Don't give up your love. Accept your mistake എന്ന് കൊണ്ടുപോകാ കളയനെ. ആൾക്കാരൊക്കെ നോക്കിക്കോ. നമ്മുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യാ. മനസ്സിലായോ? ഓ, ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്ന എന്റെ വീഡിയോ അവള് റിയാക്ട് ചെയ്യുന്നത് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. ലിപ്സ്റ്റിക് കൂട്ടുന്ന കാര്യം പോലും ഇഷ്ടമുള്ള ഒരു സാധനമില്ല. ലിപ്സ്റ്റിക് കൂട്ടാൻ ലിപ്സ്റ്റിക് ഇപ്പൊ ഇങ്ങനെയാണോ വരുന്നത്? ലിപ്സ്റ്റിക് ഇങ്ങനെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ ഇതല്ലേ ഇങ്ങനെ ഒരു ഒരക്കണ സാധനമല്ലേ? ഇതെന്തൊരു ഇത് പെയിന്റ് അല്ലേ? ഇത് ഏഷ്യൻ പെയിന്റ്സ് എന്തോ മറ്റേ കുപ്പിക്കകത്താക്കി വെച്ചിരിക്കണാണ്. ബ്രഷ് കുത്തിയിട്ട് ഇത് വെക്കണം. ഞാൻ ഇങ്ങനത്തെ ലിപ്സ്റ്റിക് അങ്ങനത്തെ കണ്ടിട്ടില്ലേ. നമ്മൾ ഇങ്ങനെയല്ലേ ലിപ്സ്റ്റിക് ഇടുന്ന സത്യം പറഞ്ഞ. ഇത് ലിപ്സ്റ്റിക് ആണ്. ഇത് ലിപ്സ്റ്റിക് മറ്റേ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ തുറക്കുമ്പോ അറ്റത്ത് ഒരു സാധനം ഇങ്ങനെ പൊങ്ങി അത് വെച്ച് ഇങ്ങനെ ഒരക്കണല്ലേ ലിപ്സ്റ്റിക് എന്ന് പറയണേ. ഇതെന്തോ പെയിന്റ് എന്തോ ആണിത്. ഇത് മറ്റേ ഏഷ്യൻ പെയിന്റോ എന്തോ ആണ്. മറ്റേ ഏഷ്യൻ പെയിന്റോ മറ്റേ പെയിന്റോ എന്തോ ആണ്. ആ ഡയലോഗ് ഓർമ്മയുണ്ടോ ബോബേ? ഓർമ്മയുണ്ട്. ഏതാണ്? എടാ ഡവറോളിയെണ്ണം പറയാനല്ലേ? ഏഷ്യൻ പെയിന്റോ മറ്റേ പെയിന്റോ ഓപ്പൺ ആയിട്ട് പറഞ്ഞു അടിച്ചെടുത്ത് വെച്ചിരിക്കണാണ് കുപ്പിക്കകത്ത്. എന്നിട്ട് ബ്രഷ് ഇട്ട് അടിക്കും എന്തോ ആണിത്. ഇത് ലിപ്സ്റ്റിക് ഒന്നും അല്ലത്, പെയിന്റ് തന്നാണ്. എടാ 1 മാസം 1.5 മാസം ഇവന് കല്യാണം കഴിക്കാൻ എത്ര നാളോട്ടുണ്ട്? ഇനി 2 മാസം പോട്ടെ. എടാ 2 മാസത്തിനുള്ളിൽ നീ കോരി ഒഴിക്കുന്ന ലിപ്സ്റ്റിക്കും നീ ഒരയ്ക്കുന്ന ലിപ്സ്റ്റിക്കും തിന്നുന്ന ലിപ്സ്റ്റിക്കും പല ഐറ്റംസും നീ കാണണം. എനിക്ക് അന്ന് നിങ്ങളുടെ വീട്ടിലൊന്ന് വന്നിട്ട് അവളുടെ ലിപ്സ്റ്റിക്കുകളുടെ എണ്ണം നിന്നെ കൊണ്ട് എടുപ്പിക്കണം. അല്ലടാ, എന്റെ വൈഫ് വെച്ചിട്ട് നാച്ചുറൽ ബ്യൂട്ടി അല്ലേ, അതുകൊണ്ട് അവൾ അധികം ലിപ്സ്റ്റിക്കുകളൊന്നും വാങ്ങിക്കാറില്ല. അവൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മാത്രമേ ലിപ്സ്റ്റിക് ഇടാറുള്ളൂ. അത് മറ്റേ എയർ ഹോസ്റ്റേഴ്സിൻ്റെതാ. പിന്നെ ഇവക്ക് പിന്നെ സൗന്ദര്യം മറ്റേ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ കുറെ മാതിരി തേക്കണമല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? എയർപോർട്സ് ഓൺ ആൻഡ് ലിസൺ ടു ദിസ് ക്രേസി ഓഡിയോ. എന്റെ അളിയാ, ഞാൻ പേടിച്ചു പോയാ. ഇവിടെ എന്റെ നേരെ ഈ സൈഡില് വാതിലാ. സ്റ്റെയറിന്റെ വാതില് കറക്റ്റ് ഈ സൈഡില്ലേ ഗൈസ്, ഇത് വാതിലാ എന്റെ. അത് ഇവിടുന്ന് വെളിയിൽ നിന്ന് കേറാൻ പറ്റൂല. വൈര് പേടിച്ചു പോയി ഞാൻ. സത്യം. ശരിക്കും എന്റെ കിളി പോയി. എന്റെ നേരെ കൈസ് എന്റെ ഈ നേരെ സൈഡില് വെളിയിലോട്ടുള്ള വാതില. ഇതെന്റെ എൻട്രി, ഇത് വെളിയിലോട്ടുള്ള വാതിൽ. ഇതിന് പുറത്ത് മറ്റേ ബാൽക്കണിയാ. രാത്രി ആരെങ്കിലും അത് കൊട്ടി വന്ന് വിചാരിച്ചു. അണ്ണന്റെ ഒരു ഫാൻ വരച്ചതാ, കുറച്ചായി വരച്ചിട്ട്. ബ്രോ സെൻഡ് മീ, വീട്ടിലേക്ക് അയച്ചു തരൂ. നൈസ്. അഡ്രസ് മോഡ്സിനോട് ചോദിച്ചാൽ കിട്ടും. അണ്ണാ വെയിറ്റിംഗ് ഫോർ ടിവിയുടെ പാട്ട് വരുന്നുണ്ട്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ, അല്ല റിട്ടൺ ആൻഡ് കമ്പോസ്ഡ് ബൈ, പ്രോഗ്രാംഡ് ബൈ സൗണ്ട് തോമ AKS സൈനൈഡ് ഗെയിമിംഗ്. അത് ഇതുവരെ പണിഞ്ഞ് തീർത്തിട്ടില്ല. ഓ
സാധനം വരും ഓണം കഴിയുമ്പോഴത്തേക്കിന് ട്രയൽ കേൾപ്പിക്കാതൊക്കെ പറഞ്ഞോട്ട് ഒരു ട്രയൽ സരക്കണ്ണ വാസു ടിവിയുടെ ലീഡർ വാസുവണ്ണന കോലീഡറായിട്ട് സരക്കണ്ണന റഫറൻസ് കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് മട്ട ബിരിയാണി പോയ അയ്യോ പത്താള് വന്നാൽ നീ വന്നാൽ ഞാൻ അടിക്ക പത്താള് വന്നാൽ നീ അടിക്ക് ഒന്നിച്ചാടി സരക്ക് ചെയ്യട്ടെ നമ്മളെ പാട്ട് അതാണ് നല്ലത് സ്വന്തമായിട്ട് സരക്ക് ചെയ്യട്ടെ എടാ നമ്മളെ ഓട്ടോ നമ്മളെ ഓട്ടോ എവിടെ കൂടെ ഓട്ടിക്കുന്നു അമ്പോ ഇത് റോട്ടിൽ കൂടെ അല്ല, ഇത് ഓട്ടോ ആണിത്. 1 ലക്ഷം രൂപ ഓട്ട 20 ലക്ഷം രൂപ പണിയും. രണ്ടു ദിവസം ആൾ ഇനാക്റ്റീവ് അല്ലടാ, പേര് ഓർമ്മ നിൽക്കാൻ വേണ്ടിട്ട് ആൾക്കാരിലേക്ക്. അണ്ണാ ഞാൻ ആരോമൽ റിസപ്ഷൻ ഒരു ബ്ലൂ ടീഷർട്ട് ഇട്ട് വന്നായിരുന്നു. ഞാൻ തന്നെ തന്ന ഗിഫ്റ്റ് ഡിജിറ്റൽ ആർട്ടിൻ്റെ എൻ്റെ കൂട്ടുകാരൻ ചെയ്തതാ. ഒന്ന് ലൈവിൽ കാണിക്കാൻ പറ്റുമോ? അവനൊരു ഇൻസ്പിറേഷൻ ആകും. അണ്ണൻ കാണണം എന്നായിരുന്നു എൻ്റെ ഡ്രീം. അത് സാധിച്ചു. ഫോട്ടോ സ്റ്റോറി ഇട്ടപ്പോൾ കുറേ ചോദിച്ചു എന്താടാ ചിരിക്കാതെ. ഞാനങ്ങനെ ഫോട്ടോ എടുക്കാറില്ല, അതുകൊണ്ടാണ്. ഓർമ്മയുണ്ട്. ഒരു വിഷമമുണ്ട്, ഗെയിമിംഗ് റൂം കാണാൻ പറ്റാതെ പോയാൽ. അണ്ണ ഫ്രീ ആയിട്ടുള്ള ഡേറ്റ് പറയാമോ? ഹോളിഡേ ആണെങ്കിൽ ബെറ്റർ കാണാം പ്ലീസ് അണ്ണ. പ്രണവ് എന്ന അവൻ്റെ പേര്. ഫോട്ടോ ഒന്ന് ലൈവിൽ കാണിച്ചാൽ മതി, ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് അവനെ കാണിക്കാം. അവൻ ലൈവിൽ കാണാറില്ല പ്ലീസ് ബ്രോ. ഈ ഫോട്ടോ ഞാൻ താഴെ മമ്മിയുടെ റൂമിൽ മമ്മി ഇതിൽ വെച്ചിരിക്കാം. ഞാൻ എടുത്തിട്ട് വരുമ്പോൾ കാണിക്കാം. താങ്ക് യു സോ മച്ച്. സോ അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡിസ്കോഡ് ട്രോൾസ്. ആൻഡ് ഇന്ന് RP നമ്മൾ ആ ഒരു ഇത് മാത്രമേ അനൗൺസ്മെൻറ്റ് ചെയ്യാമെന്നുള്ളൊരു രീതിയിൽ